നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. ഒടുവിൽ അന്നാമലെ കൃത്യമായി BJP വിടുകയാണ്. അന്നാമലയെ സംബന്ധിച്ചിടത്തോളം ഇനി BJPയുമായി ചേർന്ന് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. BJP ഇനി ഒരിക്കലും വളരില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അന്നാമലെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അന്നാമലെ BJPയുടെ പ്രധാന സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം ഇറങ്ങി. അതിനുശേഷം നിയമസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJP തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ്. ഒരു സീറ്റ് പോലും BJPക്ക് നേരാവണ്ണം ജയിക്കാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യം കേന്ദ്ര നേതൃത്വം ചോദിക്കുകയാണ്. ആകെയുള്ള ഉദകമണ്ഡലത്തിലെ സീറ്റ് ചെറിയ വ്യത്യാസത്തിന് BJP നേടിയെടുത്തതാണ്. ബാക്കിയുള്ള സീറ്റുകൾ കളഞ്ഞു കുളിച്ചു. കഴിഞ്ഞ തവണ വാനതി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചു കയറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു. കോയമ്പത്തൂരിലുള്ള BJPയുടെ ആധിപത്യം തകർന്നടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്നും മത്സരിച്ച് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന അന്നാമലെ പിന്നീട് പറഞ്ഞത് ഇനി താൻ DMK അധികാരത്തിൽ നിന്ന് ഇറക്കാതെ ചെരുപ്പിടില്ല എന്നൊക്കെയായിരുന്നു. DMK അധികാരത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷേ തമിഴക വെട്രിക്കഴകമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ളത്. വിജയുമായി സഖ്യത്തിന് വേണ്ടിയുള്ള നീക്കമൊന്നും ഇനി നടക്കില്ല. കാരണം വിജയ്ക്ക് അതിൻ്റെ ആവശ്യവുമില്ല, താല്പര്യവുമില്ല. അന്നാമലെ ഒരു എടുക്കാച്ചരക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിവിൽ സർവീസിൽ നല്ല ഭാവി ഉണ്ടായിരുന്ന അന്നാമലെ സ്വയം രാജിവെച്ച് BJPയുമായി കൂടിയത് എന്തൊക്കെയോ നേടിക്കളയാമെന്ന് വിചാരിച്ചാണെങ്കിൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷം വിദേശത്ത് ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ്. ഹയർ എഡ്യൂക്കേഷനാണ് തൻ്റെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞ് അന്നാമലെ കുറേ ഗിമിക്സുകൾ കാണിച്ചു. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി. തമിഴ് മക്കൾ തന്നോട് ഒരിക്കലും കനിവ് കാണിക്കില്ല എന്ന തിരിച്ചറിവ് അന്നാമലയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് ഇപ്പോൾ അന്നാമലെ BJP സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറായത്. ദേശീയ നേതൃത്വത്തോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, താരെന്നല്ല ഇനി ആര് വിചാരിച്ചാലും ദ്രാവിഡ മണ്ണിൽ BJPക്ക് റോളില്ല. BJPയുടെ വർഗീയ അജണ്ട ദ്രാവിഡ മണ്ണിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന അവസരമല്ല. അതുമാത്രമല്ല, DMK പൊളിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പടിപടിയായി അവസരം മനസ്സിലാക്കി ഇപ്പോഴിതാ മന്ത്രിസ്ഥാനം വരെ നേടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആകെ 5 MLAമാരെ ഉള്ളൂ എങ്കിൽ പോലും കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയാണ് അന്നാമലെ മനസ്സിലാക്കുന്നത് ഇനി തനിക്ക് പൊളിറ്റിക്സിൽ രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ ഒന്നുകിൽ TVKയിൽ ചേരുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സഖ്യകക്ഷി ഉണ്ടാക്കി TVKയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. ഏതായാലും AIADMK ഒക്കെ എല്ലാ രീതിയിലും പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം മുൻപ് AIADMKയും BJPയും തമ്മിലുള്ള സഖ്യം പൊളിഞ്ഞതുപോലും അന്നാമലെ കാരണമായിരുന്നു. BJP നേതൃത്വം അന്നാമലെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.